കള്ളപ്പണം വെളിപ്പെടുത്താനുള്ള അവസരമൊരുക്കി പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന പദ്ധതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. പദ്ധതി പ്രകാരം 50% നികുതിയും പിഴയും നൽകി കണക്കിൽപ്പെടാത്ത പണം വെളിപ്പെടുത്താം. 2017 മാർച്ച് 31 വരെയാണ് ഈ രീതിയിൽ പണം വെളുപ്പിക്കാനുള്ള അവസരമുള്ളത്. ഇപ്രകാരം കള്ളപ്പണം വെളിപ്പെടുത്തുന്നവരുടെ വിശദാംശങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. റവന്യൂ സെക്രട്ടറി ഹഷ്മുഖ് അദിയെയാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. നവംബർ 29-ന് പാർലമെന്റിൽ ധനബില്ലായി അവതരിപ്പിച്ച നികുതി നിയമ 2ാം ഭേദഗതി ബിൽ അനുസരിച്ചാണ് പുതിയ പദ്ധതി. പ്രധാനമന്ത്രിക്കെതിരെ അഴിമതിക്ക് തെളിവുണ്ടെന്ന് പ്രഖ്യാപിച്ചെങ്കിലും അഗസ്റ്റ വെസ്റ്റ്ലാൻഡിൽ കുടുങ്ങി വായ തുറക്കാനാവാത്ത സ്ഥിതിയിലാണ് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി. തെളിവുകൾ പുറത്തുവിടാത്തതിൽ പാർട്ടിക്കുള്ളിൽ തന്നെയും പ്രതിപക്ഷ പാർട്ടികൾക്കിടയിലും അമർഷമുണ്ട്. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് അനവസരത്തിലാണെന്ന വിമർശനവും ഉയരുന്നു. നോട്ട് അസാധുവാക്കിയതിന് പിന്നിൽ പ്രധാനമന്ത്രിയുടെ അഴിമതിക്ക് തെളിവുണ്ടെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം. പ്രതിപക്ഷ പാർട്ടി നേതാക്കളോടൊപ്പം മാധ്യമങ്ങളെ കണ്ട് ആത്മവിശ്വാസത്തോടെ നടത്തിയ പ്രഖ്യാപനം ദേശീയ രാഷ്ട്രീയത്തിൽ വൻ പൊട്ടിത്തെറി ഉണ്ടാക്കുമെന്ന പ്രതീതിയുണ്ടാക്കി. എന്നാൽ തൊട്ടടുത്ത ദിവസം ദേശീയ മാധ്യമങ്ങൾ പുറത്തിറങ്ങിയത് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതി കേസിലെ പുതിയ തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ടായിരുന്നു. ഇന്ത്യയിലെ പ്രബല രാഷ്ട്രീയ കുടുംബത്തിന് 114 കോടി രൂപ കോഴ നൽകിയെന്ന ഇടനിലക്കാരന്റെ ഡയറി കുറിപ്പുകളാണ് പുറത്തായത്. ഈ രേഖകളിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, സോണിയയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി അഹമ്മദ് പട്ടേൽ എന്നിവരുടെ പേരുകളും പരാമർശിച്ചിരുന്നു. ഇതോടെ കോൺഗ്രസ് നേതൃത്വം പ്രതിരോധത്തിലായി. CBIയുടെ കൈവശമുള്ള രേഖകൾ പ്രധാനമന്ത്രിക്കെതിരെ തെളിവുണ്ടെന്ന രാഹുലിന്റെ പ്രഖ്യാപനത്തിന് തൊട്ടുപിന്നാലെ മാധ്യമങ്ങൾക്ക് ലഭിച്ചതും സംശയം ജനിപ്പിച്ചു. പാർലമെന്റിൽ പ്രധാനമന്ത്രിക്കെതിരായ ആരോപണം ഉന്നയിക്കാനായില്ലെങ്കിൽ പുറത്ത് ബദൽ പാർലമെന്റ് ചേർന്ന് രാഹുൽ തെളിവ് പുറത്തുവിടുമെന്ന് പ്രചരിച്ചു. എന്നാൽ ഒന്നും സംഭവിച്ചില്ല. പാർലമെന്റ് പിരിഞ്ഞതിന് പിന്നാലെ ഉത്തർപ്രദേശിലെ കർഷകരുടെ കടം എഴുതിത്തള്ളണമെന്ന ആവശ്യവുമായി രാഹുലും കോൺഗ്രസ് സംഘവും പ്രധാനമന്ത്രിയെ കാണാൻ പോയി. അനവസരത്തിൽ പ്രധാനമന്ത്രിയുമായി കൈകൊടുക്കാൻ പോയതിൽ SP-യും BSP-യും പരസ്യമായ അതൃപ്തി പ്രകടിപ്പിച്ചു. മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കും ഈ നടപടിയിൽ അമർഷമുണ്ടെന്നാണ് സൂചന. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതിയിൽ വെട്ടിലായ കോൺഗ്രസ് നേതൃത്വം തൽക്കാലം പത്തിമടക്കി മാളത്തിലേക്ക് മടങ്ങിയെന്നാണ് രാജ്യതലസ്ഥാനത്തെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ അടക്കം പറച്ചിൽ. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. ഭിന്നശേഷി അവകാശ ബിൽ പാസ്സായതിന്റെ സന്തോഷം പങ്കിടാൻ ഭിന്നശേഷിക്കാർ ദില്ലിയിലെ CPIM ആസ്ഥാനമായ AKG ഭവനിലെത്തി. ഭിന്നശേഷി അവകാശ ബിൽ പാർലമെന്റിൽ പാസ്സാക്കുന്നതിനായി CPIM നടത്തിയത് നിർണായക ഇടപെടലുകളാണ്. ഭിന്നശേഷിക്കാരായ 50ഓളം പേരാണ് AKG ഭവനിലെത്തി പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ കണ്ട് നന്ദി അറിയിച്ചത്. ഭിന്നശേഷിക്കാരുടെ അവകാശത്തിനായി പാർലമെന്റിനകത്തും പുറത്തും നിരന്തരം ശബ്ദമുയർത്തിയ ഒരേയൊരു രാഷ്ട്രീയ കക്ഷിയാണ് CPIM. ഭിന്നശേഷി അവകാശ ബിൽ പാസ്സാകുമ്പോൾ അതിനുള്ള നന്ദി രേഖപ്പെടുത്താനാണ് ഇവർ AKG ഭവനിൽ എത്തിയിരിക്കുന്നത്. മനസ്സും കണ്ണും നിറഞ്ഞാണ് അവർ ദില്ലിയിലെ CPIM ആസ്ഥാനത്തെത്തിയത്. 2014-ൽ CPIM ഉൾപ്പെടെ ഇടത് പാർട്ടികളുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഭിന്നശേഷി അവകാശ ബിൽ രാജ്യസഭ പാസാക്കിയിരുന്നെങ്കിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ലഭിച്ചിട്ടും ബിൽ പരിഗണിക്കാൻ ഇപ്പോഴത്തെ NDA സർക്കാർ തയ്യാറായിരുന്നില്ല. ഇതിനെ തുടർന്ന് CPIMന്റെ നേതൃത്വത്തിൽ ദേശീയ ഭിന്നശേഷി അവകാശ സംരക്ഷണ വേദി പ്രക്ഷോഭത്തിനിറങ്ങി. ഒടുവിൽ ബിൽ രാജ്യസഭയുടെ പരിഗണനയിലെത്തിയപ്പോഴും സുപ്രധാന ഭേദഗതികൾ നിർദ്ദേശിച്ചത് CPIM MPമാരായ സീതാറാം യെച്ചൂരി, CP നാരായണൻ, KK രാഗേഷ് എന്നിവർ. We are very grateful that to CPM and particularly Sitaramji for giving their support. ഭിന്നശേഷി അവകാശ ബിൽ പാസ്സായതിലൂടെ സ്വാഭാവിക നീതിയാണ് നടപ്പാവുന്നതെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. Well, this was a big long battle, a long struggle. It went on for many years. ഇനി അങ്ങോട്ടും അവകാശ പോരാട്ടങ്ങൾക്ക് പാർട്ടിയുടെ പിന്തുണ ഉണ്ടാകുമെന്ന ഉറപ്പും വാങ്ങിയാണ് AKG ഭവനിൽ നിന്നും എല്ലാവരും സന്തോഷത്തോടെ മടങ്ങിയത്. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം M. സന്തോഷ്. പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചു. പെട്രോളിന് 2 രൂപ 21 പൈസയും ഡീസലിന് 1 രൂപ 79 പൈസയുമാണ് വർദ്ധിച്ചത്. അർദ്ധരാത്രി മുതൽ വില പ്രാബല്യത്തിലായി. വില വർദ്ധിപ്പിച്ചതോടെ കേരളത്തിൽ പെട്രോൾ ലിറ്ററിന് 70 രൂപ കവിയും. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടായ വ്യതിയാനമാണ് ഇന്ധനവില വർദ്ധിപ്പിക്കാൻ കാരണമായി പറയുന്നത്. ഇന്ധനവില കൂട്ടിയതോടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി. കാസർഗോഡ് ചീമേനിയിലെ സൈബർ പാർക്ക് നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മുൻ LDF സർക്കാരിന്റെ കാലത്ത് അനുവദിച്ച സൈബർ പാർക്കിന്റെ നിർമ്മാണം UDF സർക്കാർ പൂർണ്ണമായി ഉപേക്ഷിക്കുകയായിരുന്നു. സൈബർ പാർക്ക് പദ്ധതി നടപ്പാക്കാൻ LDF സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ.
മുൻ LDF സർക്കാരിന്റെ കാലത്താണ് കാസർഗോഡ് ചീമേനിയിൽ കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ വിട്ടുകൊടുത്ത 100 ഏക്കറോളം വരുന്ന സ്ഥലത്ത് സൈബർ പാർക്കിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. IT മേഖലയിൽ ഉത്തരമലബാറിലെ വലിയ വ്യവസായ സംരംഭമായി കണക്കാക്കിയ ഈ സൈബർ പാർക്കിനെ UDF സർക്കാർ പൂർണ്ണമായി അവഗണിച്ചു. ഇവിടെ മറ്റെന്തെങ്കിലും വ്യവസായം മതി എന്ന നിലപാടിലായിരുന്നു അന്നത്തെ വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ചീമേനിയിലെ ഒരു IT പാർക്കല്ല, അതിൽ ലോജിക്കില്ല. ചീമേനിയിൽ ആലോചിച്ചു എന്നുള്ളത് ശരിയാണ്. ചീമേനിയിൽ കുറച്ചും കൂടി വലിയ പ്രോജക്റ്റ് കൊണ്ട് എന്നാൽ പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന ഉറച്ച നിലപാടാണ് LDF സർക്കാർ കൈക്കൊണ്ടത്. UDF സർക്കാർ ചുറ്റുമതിലിന്റെ നിർമ്മാണം മാത്രമാണ് പൂർത്തിയാക്കിയത്. LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് നിർമ്മാണം തുടങ്ങിവെച്ചെങ്കിലും 2 മാസമായി പ്രവൃത്തി കരാറുകാർ നിർത്തിവച്ചിരിക്കുകയാണ്. നിർമ്മാണം നിർത്തിവെച്ചതിൽ നാട്ടുകാർ ആശങ്കയിലാണ്. കഴിഞ്ഞ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ തറക്കല്ലിട്ട് അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDF സർക്കാർ മുന്നോട്ട് പോവുകയും തുടർന്ന് അധികാരത്തിൽ വന്ന ഗവൺമെന്റ് ചീമേനിയിൽ IT പാർക്ക് പോലും വേണ്ട എന്ന തരത്തിലുള്ള പ്രഖ്യാപനമാണ് നടത്തിയത്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ പണി ആരംഭിച്ച് IT പാർക്ക് ത്വരിതഗതിയിൽ ഇതിന്റെ പ്രവർത്തനം തുടങ്ങി LDF സർക്കാർ മുന്നോട്ട് പോകും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. വ്യാവസായികമായി പിന്നോക്കം നിൽക്കുന്ന ജില്ലയാണ് കാസർഗോഡ്. ചീമേനി സൈബർ പാർക്ക് പദ്ധതിയെ വളരെ പ്രതീക്ഷയോടെയാണ് നാട്ടുകാർ കാത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പെരുമ്പാവൂർ പാണിയേലിപ്പോര് വെള്ളച്ചാട്ടത്തിൽ 4 പേർ മുങ്ങി മരിച്ചു. പാണിയേലിപ്പോരിലെ റിസോർട്ട് ഉടമയായ ബെന്നി, വയനാട് സ്വദേശി അനുപം, ഉത്തർപ്രദേശ് സ്വദേശി ആദിത്യ പട്ടേൽ, ബീഹാർ സ്വദേശി അനുധവ് ചന്ദ്ര എന്നിവരാണ് മരിച്ചത്. ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ ബെന്നിയുടെ മകൾക്കൊപ്പം പഠിക്കുന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. പെരുമ്പാവൂർ പാണിയേലിപ്പോരിൽ റിസോർട്ട് നടത്തുന്ന അലിയാട്ടുകുടി ബെന്നി എബ്രഹാമിന്റെ മകളുടെ സുഹൃത്തുക്കളാണ് പാണിയേലിപ്പോർ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനിറങ്ങുമ്പോൾ അപകടത്തിൽപ്പെട്ടത്. വൈകുന്നേരം 4 മണിയോടെയായിരുന്നു സംഭവം. ആദ്യം വെള്ളത്തിൽ പോയ ഒരാളെ രക്ഷിക്കാനിറങ്ങുമ്പോഴാണ് മറ്റു 2 പേരും ഒഴുക്കിൽപ്പെടുന്നത്. ഇവരെ രക്ഷിക്കാൻ വെള്ളത്തിലിറങ്ങുകയായിരുന്നു ബെന്നി. വയനാട് സ്വദേശിയായ അനുപം, ഉത്തർപ്രദേശ് സ്വദേശിയായ ആദിത്യ പട്ടേൽ, ബീഹാർ സ്വദേശിയായ അനുധവ് ചന്ദ്ര എന്നിവരും രക്ഷിക്കാനിറങ്ങിയ ബെന്നിയും മുങ്ങിമരിച്ചു. അപകടം നടന്ന 1 മണിക്കൂറിന് ശേഷമാണ് വാർത്ത പുറം ലോകം അറിയുന്നത്. വനം വകുപ്പ് അധികൃതരും അഗ്നിശമന സേനാംഗങ്ങളും നാട്ടുകാരും മുങ്ങൽ വിദഗ്ധരും ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളെ വിഫലമാക്കി വൈകുന്നേരം 6 മണിയോടെ 4 മൃതദേഹങ്ങളും കിട്ടി. പുറമെ ശാന്തമായാണ് പെരിയാറിന്റെ കൈവഴിയായ പാണിയേലിപ്പോര് വെള്ളച്ചാട്ടം കാണപ്പെടുന്നത്. എന്നാൽ ഇടുങ്ങിയ പാറയിടുക്കുകളും അടിയൊഴുക്കുമുള്ള പ്രദേശമായ ഇവിടെ അപകടം പതിവാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. 90ഓളം പേരാണ് ഇവിടെ അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ടുള്ളത്. നിരന്തര അപകട മരണങ്ങളുടെ പശ്ചാത്തലത്തിൽ 2 വർഷം മുമ്പ് വനം വകുപ്പ് ഇവിടത്തെ സുരക്ഷ ശക്തമാക്കിക്കൊണ്ടുള്ള നിയന്ത്രണങ്ങളും നടപടികളും സ്വീകരിച്ചിരുന്നു. തൽഫലമായി അപകടങ്ങൾ കുറഞ്ഞു വരികയായിരുന്നു. അതിനിടയിലാണ് നാടിന് നടുക്ക് വീണ്ടും മുങ്ങിമരണമുണ്ടാകുന്നത്. ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ട 3 പേരും. ബെന്നിയുടെ മകളുടെ സഹപാഠികളായ ഇവർ മറ്റ് 15 പേർക്കൊപ്പം കേരളത്തിലേക്ക് ടൂർ വന്നതായിരുന്നു. 4 പേരുടെയും മൃതദേഹം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. CPIM പ്രവർത്തകനായിരുന്ന വിഷ്ണുവിനെ കൊലപ്പെടുത്തിയ കേസിൽ കോടതി ഇന്ന് വിധി പറയും. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 13 പ്രതികൾക്കുള്ള ശിക്ഷയാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി വിധിക്കുക. 2008 ഏപ്രിൽ 1 തിരുവനന്തപുരത്ത് കൈതമുക്ക് പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ വെച്ചാണ് CPM കളക്ടറേറ്റ് ബ്രാഞ്ച് കമ്മിറ്റി അംഗവും DYFI നേതാവുമായിരുന്ന വഞ്ചൂർ സ്വദേശി വിഷ്ണുവിനെ ബൈക്കിലെത്തിയ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. RSS പ്രവർത്തകർ നടത്തിയ ഈ കൊലപാതകം രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ ഭാഗമായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കേസിലാകെ 16 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഒരാൾ കൊല്ലപ്പെട്ടു. മറ്റൊരു പ്രതി ആസാമനി ഇപ്പോഴും ഒളിവിലാണ്. കേസിൽ വിചാരണ പൂർത്തിയാക്കിയ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി 13 പ്രതികളും കുറ്റക്കാരാണെന്ന് വിധിച്ചു. 16-ാം പ്രതി അരുൺകുമാറിനെ തെളിവുകളില്ലാത്തതിനെ തുടർന്ന് കോടതി വിട്ടയച്ചു. അതേസമയം കുറ്റക്കാരാണെന്ന് കോടതി പറഞ്ഞ 13 പ്രതികൾക്കുമുള്ള ശിക്ഷ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി TK മിനിമോൾ വിധിക്കും. തിരുവനന്തപുരം കൈതമുക്ക് സ്വദേശിയും RSS നഗരകാര്യവാഹവുമായ സന്തോഷ്, മണ്ണന്തല കേരളാദിത്യപുരം സ്വദേശികളായ മനോജ് എന്ന കക്കോട് മനോജ്, ബിജുകുമാർ, ഹരിലാൽ, അരുൺകുമാർ എന്ന ഷൈജു ഇവരാണ് കേസിലെ ആദ്യ പ്രതികൾ. പ്രതികൾക്കെതിരെ കൊലപാതകം, ഗൂഢാലോചന എന്നിവ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വട്ടപ്പാറ C സാജൻ പ്രസാദാണ് കേസിൽ ഹാജരായത്. 118 സാക്ഷികളെ വിചാരണ വേളയിലെ വിവിധ ഘട്ടങ്ങളിലായി കോടതി വിസ്തരിച്ചിരുന്നു. ശംഖുമുഖം AC-ആയിരുന്ന P രഘുനാഥ്, വഞ്ചൂർ ക്രൈം SI C മോഹനൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു വിഷ്ണു വധക്കേസിന്റെ അന്വേഷണം നടന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോട്ടയം നാട്ടകം പോളിടെക്നിക്കിൽ റാഗിങ്ങിനിരയായ വിദ്യാർത്ഥി ഗുരുതരാവസ്ഥയിൽ. ഇരിങ്ങാലക്കുട സ്വദേശി അവിനാശാണ് വൃക്ക തകരാർ മൂലം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. കഠിനമായ വ്യായാമ മുറകൾ ചെയ്യിപ്പിച്ച ശേഷം മദ്യം നൽകിയെന്ന് വിദ്യാർത്ഥിയുടെ ആരോപണം. മദ്യത്തിലെ വിഷാംശമാകാം വൃക്ക തകരാറിന് കാരണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു.
കോട്ടയം നാട്ടകം പോളിടെക്നിക്കിലെ 1ാം വർഷ ഇലക്ട്രിക്കൽ വിദ്യാർത്ഥിയായ അവിനാശാണ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഇക്കഴിഞ്ഞ 2-ാം തീയതി രാത്രി സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് ക്രൂരമായി റാഗിംഗ് നടത്തിയെന്നാണ് പരാതി. വെള്ളിയാഴ്ചകളിൽ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകാറുണ്ടായിരുന്ന ജൂനിയേഴ്സിനെ സിനിമ കാണാനെന്ന പേരിൽ സീനിയർ വിദ്യാർത്ഥികൾ തടഞ്ഞു നിർത്തി. രാത്രിയായതോടെ പീഡനം ആരംഭിച്ചു. സിറ്റപ്പ് 50 ചെയ്യാൻ പറഞ്ഞു, അത് കഴിഞ്ഞപ്പോൾ പുഷപ്പ് ചെയ്യാൻ പറഞ്ഞു, അത് കഴിഞ്ഞപ്പോൾ ഓടാൻ പറഞ്ഞു, അത് കഴിഞ്ഞപ്പോൾ നിലത്തോടെ ഇങ്ങനെ ഇഴയാൻ പറഞ്ഞു. 3 മണി വരെ കണ്ടിന്യൂ ചെയ്തു. കഠിനമായ വ്യായാമമുറകൾ ചെയ്യിപ്പിച്ച് അവശരാക്കിയ ശേഷം അശ്ലീല ഗാനം കാണാതെ പഠിച്ചാലേ തിരികെ വിടുവെന്ന ശാഠ്യത്തിൽ അതും അനുസരിച്ചു. തുടർന്ന് നിർബന്ധിച്ച് മദ്യം കഴിപ്പിച്ചു. എല്ലാവരെ കൊണ്ട് നിർബന്ധമായിട്ട് മദ്യം കഴിപ്പിച്ചു. കുറേ പേര് കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അടുത്ത ദിവസം വീട്ടിലെത്തിയ അവിനാശിന് കഠിനമായ വേദനയും അസ്വസ്ഥതകളും അനുഭവപ്പെട്ടതോടെയാണ് ചികിത്സ തേടിയത്. വൃക്കയ്ക്ക് ഗുരുതരമായ തകരാർ സംഭവിച്ചതിനാൽ 3 തവണ ഡയാലിസിസ് നടത്തി. മദ്യത്തിലൂടെ വിഷവസ്തുക്കൾ ഉള്ളിലെത്തിയതാകാം വൃക്കയ്ക്ക് തകരാർ സംഭവിക്കാൻ കാരണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. സീനിയർ വിദ്യാർത്ഥികളായ അഭിലാഷ്, മനു, റെയ്സൺ, ജെറിൻ, സരൺ, പ്രവീൺ, ജയപ്രകാശ്, നിതിൻ എന്നിവർക്കെതിരെ അവിനാശിന്റെ അച്ഛൻ ശിവദാസൻ പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആർമി റിക്രൂട്ട്മെന്റിനായി എത്തിയ ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായ സേവനങ്ങൾ ഒരുക്കുകയാണ് കണ്ണൂരിൽ CPIM നേതൃത്വത്തിൽ നടക്കുന്ന IRPC സാന്ത്വന പരിചരണ വിഭാഗം. 4500 പരം ഉദ്യോഗാർത്ഥികൾക്കായി 200 വളണ്ടിയർമാരാണ് സേവന രംഗത്തുള്ളത്. കണ്ണൂർ പോലീസ് മൈതാനിയിലെ ആർമി റിക്രൂട്ട്മെന്റ് റാലിക്ക് എത്തിയവർക്ക് കൈത്താങ്ങാവുകയാണ് CPIM നേതൃത്വം നൽകുന്ന IRPC സന്നദ്ധ സേവന സംഘടന. വെള്ളി, ശനി ദിവസങ്ങളിലായി 4600 ഉദ്യോഗാർത്ഥികളാണ് റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുക്കാനെത്തുന്നത്. IRPC ഉപദേശക സമിതി ചെയർമാൻ P. ജയരാജൻ ഹെൽപ്പ് ഡെസ്ക് ഉദ്ഘാടനം ചെയ്തു. വ്യാഴാഴ്ച രാത്രിയോടെ എത്തിത്തുടങ്ങിയ ഉദ്യോഗാർത്ഥികൾക്കായി കട്ടൻ കാപ്പി, ചൂടുവെള്ളം, വസ്ത്രങ്ങളും ലഗേജുകളും സൂക്ഷിക്കാനുള്ള ക്ലോക്ക് റൂം തുടങ്ങി എല്ലാ സംവിധാനങ്ങളും IRPC വളണ്ടിയർമാർ ഒരുക്കിയിട്ടുണ്ട്. 200 വളണ്ടിയർമാരാണ് പോലീസ് മൈതാനിയിൽ തയ്യാറാക്കിയ പ്രത്യേക പന്തലിൽ സേവനമനുഷ്ഠിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായാണ് സന്നദ്ധ സംഘടന ഇത്തരം സൗകര്യങ്ങൾ ആർമി റിക്രൂട്ട്മെന്റ് റാലിക്കായി എത്തുന്നവർക്ക് ഒരുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ യൂണിയൻ പരിപാടികൾക്ക് മാനേജ്മെന്റ് വിലക്ക്. മന്ത്രിയും MLAയും പങ്കെടുത്തുകൊണ്ട് വിദ്യാർത്ഥി യൂണിയൻ ഉദ്ഘാടനം നടക്കാനിരിക്കെയാണ് മാനേജ്മെന്റ് പരിപാടികൾ നടത്തരുതെന്ന ഉത്തരവുമായി രംഗത്തെത്തിയത്. സമരം നടത്തി കോളേജ് അടച്ചിടാനിടയാക്കിയവരെ കോളേജിൽ കയറ്റില്ലെന്ന മാനേജ്മെന്റിന്റെ നിലപാടാണ് തീരുമാനത്തിന് പിന്നിലെന്ന പരാതിയും ഉയരുകയാണ്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥി യൂണിയൻ പരിപാടികൾക്ക് മാനേജ്മെന്റ് വിലക്കേർപ്പെടുത്തുകയാണ്. രാഷ്ട്രീയ സംഘടനകളല്ല നിലവിൽ യൂണിയൻ ഭരണം നടത്തുന്നത്. മറിച്ച് ഓരോ ബാച്ചിലെയും വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്ത് കോളേജിൽ വിദ്യാർത്ഥികളുടെ പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണ് പതിവ്. ഇത്തവണ സ്റ്റുഡൻസ് യൂണിയൻ 2016-2017 അധികാരമേൽക്കുന്ന പരിപാടിക്കാണ് മാനേജ്മെന്റ് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. 17-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനവും AN ഷംസീർ MLA മുഖ്യപ്രഭാഷണവും നടത്തേണ്ട ഉദ്ഘാടന ചടങ്ങ് കോളേജ് അടച്ചിടാൻ കാരണമായ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ ക്യാമ്പസിനുള്ളിൽ കയറ്റില്ലെന്ന നിർബന്ധ ബുദ്ധിയോടെ മാനേജ്മെന്റ് പുത്തൻ ഉത്തരവിറക്കി പരിപാടി റദ്ദു ചെയ്യുകയാണെന്ന പരാതി വിദ്യാർത്ഥികളിൽ നിന്നും ഉയരുന്നു. പ്രിൻസിപ്പൽ അടക്കം അനുവാദം നൽകിയ പരിപാടിയാണ് മാനേജ്മെന്റ് ഇടപെട്ട് മുടക്കിയതും മന്ത്രിക്കും MLAക്കും കോളേജ് കോമ്പൗണ്ടിൽ പ്രവേശനത്തിന് പരോക്ഷമായ വിലക്ക് കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. 1 മാസത്തിനുള്ളിൽ MCI ഇൻസ്പെക്ഷൻ നടത്താൻ സാധ്യതയുണ്ടെന്നും വിദ്യാർത്ഥികളുടെ പരിപാടികൾ 1 മാസക്കാലം നടത്താൻ പാടില്ലെന്നുമാണ് ഇന്നലെ ഇറങ്ങിയ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. സ്ത്രീകൾക്ക് സാധിക്കാത്തതായി ഒന്നുമില്ലെന്ന് തെളിയിച്ച് പാലക്കാട് പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിൽ കിണർ നിർമ്മാണങ്ങൾ പുരോഗമിക്കുന്നു. വനിതാ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കരുത്തിൽ 78 കിണറുകളാണ് യാഥാർത്ഥ്യമാകുന്നത്. ഹരിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 13 കിണറുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. വീട്ടുമുറ്റത്ത് ഉറവ പറ്റാത്തൊരു കിണർ ഏവരുടെയും സ്വപ്നമാണ്. ഇത് യാഥാർത്ഥ്യമാക്കുകയാണ് ശ്രീകൃഷ്ണപുരം പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ ഒരു കൂട്ടം വനിതാ തൊഴിലുറപ്പ് തൊഴിലാളികൾ. 6 പേരടങ്ങുന്ന സംഘം ഒരു കിണർ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നു. കിണർ കുഴിക്കലിൽ വൈദഗ്ധ്യമുള്ളവരല്ല ഇവരാരും. എങ്കിലും 70 മുതൽ 75 വരെ തൊഴിൽ ദിനങ്ങൾ കൊണ്ട് ഒരു കിണർ യാഥാർത്ഥ്യമാവുകയാണ് ഇവിടെ. വീട്ടുകാരിൽ നിന്ന് വലിയ പിന്തുണയാണ് ലഭിക്കുന്നതെന്ന് തൊഴിലാളിയായ രതി പറഞ്ഞു. നമ്മൾ പണിക്ക് പോണതിന്റെ മുന്നേ വീട്ടിൽ ആണുങ്ങളുണ്ടെങ്കിൽ അവർ കിണർ പകുതി കുഴിച്ചു തന്നിട്ട് പോകും. പിന്നെ വേറെ എന്തെങ്കിലും സഹായത്തിനൊക്കെ ഉണ്ടേനും ആയുധങ്ങൾ മൂസകൂട്ടായ എല്ലാവരും ചെയ്തു കൊടുന്നു തരും. പാവപ്പെട്ട കുടുംബങ്ങളെ കണ്ടെത്തിയാണ് പദ്ധതി. 38 കിണറുകൾ ഇതിനകം പൂർത്തിയായി. ഹരിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള കിണർ നിർമ്മാണങ്ങൾ പുരോഗമിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ജയദേവൻ. സ്ത്രീകൾക്ക് പൊതുവെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് സമൂഹം കരുതിയിരുന്ന ഒരു മേഖലയിൽ വിജയകരമായി തങ്ങളുടെ പ്രവൃത്തികൾ നടത്തി സമൂഹത്തിനാകെ പുതിയ മാതൃകയായിരിക്കുകയാണ് ഈ നാട്ടിലെ തൊഴിലാളികൾ എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ അഭിമാനവും സന്തോഷവുമുണ്ട്.
സിമന്റോ മണലോ ഉപയോഗിക്കാതെ പഴയ ഓടും മണ്ണും ഉപയോഗിച്ച് നിർമ്മിച്ച കിണർ ഏറെ ആകർഷകമാണ്. 9 മീറ്റർ വരെ ആഴമുള്ള കിണറുകൾ സ്ത്രീ കരുത്തിൽ പൂർത്തിയായവയിലുണ്ട്. കുടിവെള്ളത്തിനായി കുത്തുന്ന ഈ കിണറുകൾ വറ്റാത്ത ഉറവകളായി മാറി ഈ നാടിന്റെ ദാഹമകറ്റട്ടെ. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം പൂക്കോട്ടുകാവിൽ നിന്നും AK ലതീഷ്. ടീ ബോർഡ് കൈവിട്ട ചെറുകിട തേയില കർഷകർ പ്രതിഷേധവുമായി രംഗത്ത്. സംസ്ഥാനത്തെ ഇടനിലക്കാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് കേരളത്തിൽ ഈ ലേലം നടപ്പാക്കേണ്ടതില്ലെന്ന് ടീ ബോർഡിന്റെ തീരുമാനത്തിനെതിരെയാണ് കർഷക പ്രതിഷേധം. ഉൽപ്പാദിപ്പിക്കുന്ന തേയില രാജ്യത്തെ വ്യാപാരികൾക്ക് ഇടനിലക്കാരില്ലാതെ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ടീ ബോർഡ് ആരംഭിച്ച പദ്ധതിയായിരുന്നു ഈ ലേലം. എന്നാൽ ഇടനിലക്കാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഇത് കേരളത്തിൽ നടപ്പിലാക്കേണ്ടതില്ലെന്ന ടീ ബോർഡിന്റെ തീരുമാനത്തിനെതിരെയാണ് ചെറുകിട തേയില കർഷക ഫെഡറേഷന്റെ നേതൃത്വത്തിൽ പീരുമേട് ടീ ബോർഡ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. അന്താരാഷ്ട്ര വിപണിയിലും ആഭ്യന്തര വിപണിയിലും തേയില വില കുതിച്ചുയരുമ്പോൾ ഇതിന്റെ ഗുണം വൻകിട കമ്പനികൾക്ക് മാത്രമാണ് നിലവിൽ ലഭിക്കുന്നത്. കർഷകനെ രക്ഷിക്കേണ്ട ടീ ബോർഡ് ഉദാസീനതയാണ് ഇക്കാര്യത്തിൽ കാട്ടുന്നതെന്നാണ് കർഷകർ പറയുന്നത്. ടീ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടറെ ഞങ്ങൾ നേരിൽ കണ്ട് ഞങ്ങളുടെ ദുഃഖം, പാവപ്പെട്ട കർഷകന്റെ ദുരിതങ്ങൾ അവിടെ പറഞ്ഞിട്ടും 3 മാസം കഴിഞ്ഞിട്ടും ഒരു പരിഹാരവും കാണാൻ ടീ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ തയ്യാറായില്ല. ആ എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ കേരളത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചുകൂടിയാണ് ഞങ്ങൾ ഇന്ന് ഈ സമരം നടത്തുന്നത്. ഫാക്ടറികൾ 22 രൂപ 21 രൂപ കൊടുക്കുമ്പോഴും പാവപ്പെട്ട കർഷകന് കിട്ടുന്നത് 13 രൂപ 12 രൂപയാണ്. ബാക്കി പലതും ഇടനിലക്കാരാണ് ഇതിൽ സമ്പന്നരായി മാറുന്നത്. ചെറുകിട തേയില കർഷകരെ രക്ഷിക്കാൻ ഇടുക്കി പാക്കേജിൽ പുതിയ ഫാക്ടറി പ്രഖ്യാപനം ഉണ്ടായെങ്കിലും ഇതും നടപ്പിലായിട്ടില്ല. വായ്പയെടുത്ത് കൃഷി ചെയ്ത കർഷകൻ ഇപ്പോൾ ജപ്തി ഭീഷണിയുടെ നടുവിലാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. IFFKയിൽ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി ഈജിപ്ഷ്യൻ സിനിമ ക്ലാഷും മലയാള ചിത്രം മാൻഹോളും. മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ഈജിപ്ഷ്യൻ രാഷ്ട്രീയ ചിത്രമായ ക്ലാഷ് നേടി. മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരത്തിന് വിധു വിൻസെന്റ് അർഹയായി. മികച്ച മലയാള ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരവും മാൻഹോൾ നേടി. മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരം കമ്മട്ടിപ്പാടത്തിന് ലഭിച്ചു. മലയാളം സിനിമയ്ക്ക് അഭിമാന നിമിഷങ്ങൾ സമ്മാനിച്ചാണ് 21ാമത് രാജ്യാന്തര ചലച്ചിത്രമേള കൊടിയിറങ്ങിയത്. മികച്ച സിനിമയ്ക്കുള്ള സുവർണ ചകോരം ഈജിപ്ഷ്യൻ ചിത്രം ക്ലാഷ് നേടി. And the winner of the audience prize is Clash. മേളയിൽ 5 തവണ പ്രദർശിപ്പിച്ച് ചരിത്രം കുറിച്ച ക്ലാഷ് തന്നെയാണ് മികച്ച പ്രേക്ഷക ചിത്രവും. നവാഗത സംവിധായികയ്ക്കുള്ള രജത ചകോരവും മികച്ച മലയാളം സിനിമയ്ക്കുള്ള ഫിപ്രസി പുരസ്കാരവുമാണ് മലയാളികൾക്ക് നേട്ടമായി മാൻഹോളിലൂടെ വിധു വിൻസെന്റ് നേടിയത്. മാൻഹോൾ തൊഴിലാളികളുടെ ജീവിതമാണ് ചിത്രം പറയുന്നത്. പുരസ്കാരം മാൻഹോൾ തൊഴിലാളികൾക്ക് സമർപ്പിക്കുന്നതായി വിധു വിൻസെന്റ് പറഞ്ഞു. കേരളത്തിലെ 10,000-കണക്കിന് വരുന്ന മാൻഹോൾ തൊഴിലാളികൾക്ക് അവർക്കായി ഞാൻ ഈ അവാർഡ് സമർപ്പിക്കുന്നു. മികച്ച സംവിധായകനുള്ള രജത ചകോരം ക്ലെയർ ഒബ്സ്ക്യൂറിലൂടെ SM ലെസ്റ്റാഗ്ലു നേടി. മികച്ച ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം സ്പാനിഷ് ചിത്രം വെയർഹൌസ്ഡ് കരസ്ഥമാക്കി. മികച്ച ഏഷ്യൻ സിനിമയ്ക്കുള്ള നെറ്റ്പാക്ക് പുരസ്കാരം തുർക്കി ചിത്രം കോൾഡ് ഓഫ് കലണ്ടർ നേടിയപ്പോൾ മികച്ച മലയാളം ചിത്രമായി രാജീവ് രവിയുടെ കമ്മട്ടിപ്പാടം തെരഞ്ഞെടുത്തു. ഒരാഴ്ച നീണ്ടുനിന്ന കാഴ്ചയുടെ പൂരത്തിന്റെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. ചടങ്ങിനു ശേഷം മേളയിൽ സുവർണ ചകോരം നേടിയ ക്ലാഷ് 6ാം തവണ പ്രദർശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മേളയുടെ മാധ്യമ പുരസ്കാരത്തിൽ ഇലക്ട്രോണിക്സ് മീഡിയ വിഭാഗത്തിൽ കൈരളി VTVക്ക് പ്രത്യേക ജൂറി പുരസ്കാരം. ചലച്ചിത്രമേളയോടനുബന്ധിച്ച് സംപ്രേഷണം ചെയ്ത ഫിലിം ഫെസ്റ്റിവൽ ഡയറി 2016 എന്ന പ്രോഗ്രാമാണ് പുരസ്കാരത്തിന് അർഹമായത്. പ്രോഗ്രാം പ്രൊഡ്യൂസർ നയന സുനിൽ മന്ത്രി AK ബാലനിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. 10,000 അതിരാവിലെണീറ്റു വരുന്നു മധുരം നിറയും കനവിൻ നഗരം ഉണർന്നേ. 21ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ നിറക്കാഴ്ചകൾ ഹൃദ്യമായ മികവോടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിനാണ് കൈരളി ചാനലിന് പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ചത്. ഫിലിം ഫെസ്റ്റിവൽ ഡയറി 2016 എന്ന പേരിലായിരുന്നു ചാനൽ പ്രത്യേക പരിപാടി സംപ്രേഷണം ചെയ്തത്. മാധ്യമ പുരസ്കാര ചടങ്ങിൽ ഇലക്ട്രോണിക്സ് മീഡിയ വിഭാഗത്തിൽ കൈരളി ചാനലിന് പ്രത്യേക ജൂറി പരാമർശവും ലഭിച്ചു. പുരസ്കാരം പ്രോഗ്രാം പ്രൊഡ്യൂസർ നയന സുനിൽ മന്ത്രി AK ബാലനിൽ നിന്ന് ഏറ്റുവാങ്ങി. സ്പെഷ്യൽ മെൻഷൻ നയന സുനിൽ, കൈരളി TV.
ഡിസംബർ 9 മുതൽ 16 വരെ മേളയിൽ അവതരിപ്പിച്ച സിനിമകളുടെ അവലോകനവും കഥാതന്തുക്കളും നിറഞ്ഞ പ്രത്യേക പ്രോഗ്രാമായിരുന്നു ഫിലിം ഫെസ്റ്റിവൽ ഡയറി 2016. ന്യൂസ് ഡെസ്ക്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ദീർഘകാല സാമൂഹിക ഉത്തരവാദിത്ത പദ്ധതിയുടെ ഭാഗമായി ആവിഷ്കരിച്ച SIB സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. ഇ ശ്രീധരനാണ് 42 വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തത്. കുട്ടികൾ, സ്ത്രീകൾ, പ്രായമായവർ, ഭിന്നശേഷിയുള്ളവർ തുടങ്ങിയവരുടെ തൊഴിൽപരമായ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നതിനും ഉപജീവനം സാധ്യമാക്കാനുമുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കോളർഷിപ്പ് ആരംഭിച്ചത്. ചടങ്ങിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് MDയും CEOയുമായ VG മാത്യു, ജനറൽ മാനേജർ VL പോൾ, ശിവകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ സന്നിധാനത്ത്. ആചാരകാര്യങ്ങളിൽ തന്ത്രിയുടേതാണ് അവസാന വാക്കെന്ന് കെ മുരളീധരൻ MLA പറഞ്ഞപ്പോൾ കോൺഗ്രസ് നോമിനികൾ നേതൃത്വം നൽകുന്ന ഭരണസമിതിയുടെ പ്രവർത്തനത്തിൽ പാർട്ടിക്ക് ദുഃഖമുണ്ടെന്നായിരുന്നു വക്താവ് രാജ്മോഹൻ ഉണ്ണിത്താനും തുറന്നു പറഞ്ഞത്. തുടർച്ചയായി 42-ാം വർഷമാണ് മുരളീധരൻ സന്നിധാനത്ത് അയ്യപ്പ ദർശനത്തിനായി എത്തുന്നത്. ധനു 1-ന് അച്ഛൻ K കരുണാകരനുമൊപ്പമായിരുന്നു ആദ്യ ദർശനം. നാളിതുവരെ എത്തിയ ക്ഷേത്രത്തിന്റെ പേരുമാറ്റത്തെക്കുറിച്ചും തന്റെ നിലപാട് വ്യക്തമാക്കാനും രാഷ്ട്രീയക്കാരനായ ഈ ഭക്തൻ മടിച്ചില്ല. സാധാരണ ക്ഷേത്ര കാര്യങ്ങളിൽ തന്ത്രിമാരാണ് അഭിപ്രായം പറയാറ്. ഇത് തന്ത്രിയും ദേവസ്വം ബോർഡും കൂടെ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. ലീഡർ കരുണാകരനോടൊപ്പം ദർശനം നടത്തിയ ഓർമ്മകൾ രാജ്മോഹൻ ഉണ്ണിത്താനും പങ്കുവച്ചു. ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ദേവസ്വം ബോർഡ് സർക്കാരിനേക്കാൾ വലുതല്ല എന്ന കാര്യം സ്വന്തം പാർട്ടിക്കാരനായ ബോർഡ് പ്രസിഡന്റിനെ ഓർമ്മിപ്പിക്കാനും അദ്ദേഹം മറന്നില്ല. എന്തിന്റെ പേരിലായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരിക്കലും ഒരു സംസ്ഥാന ഗവൺമെന്റുമായി ഒരു തുറന്ന യുദ്ധത്തിന് പോകുന്നത് മര്യാദയല്ല. ഒരു സംസ്ഥാന ഗവൺമെന്റ് സഹായവും സഹകരണവും ഇല്ലാതെ ആ സീസൺ ഭംഗിയായി നടത്തിക്കൊണ്ടു പോകാൻ ഒരിക്കലും ഒരു ദേവസ്വം ബോർഡിനെ കൊണ്ടാവില്ല. എന്തായാലും സംസ്ഥാന ഗവൺമെന്റിന് താഴെയാണ് ദേവസ്വം ബോർഡ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും വേണ്ട. ന്യൂസ് ബ്യൂറോ, ശബരിമല.